നമസ്കാരം, ഞാൻ ജിഷാദ്, സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. പോസ്റ്റ്പാർട്ടം. എല്ലാവർക്കും കേട്ടിട്ടൊക്കെ ഉണ്ടാവും. എന്നാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പോസ്റ്റ്പാർട്ടം ബ്ലൂസ്, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്, ഇങ്ങനെ 3 തരത്തിലാണ് ഈ ഒരു പ്രോബ്ലം ഉള്ളത്. പ്രസവിച്ചതിന് ശേഷം ഉണ്ടാകുന്ന പെൺകുട്ടിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഈ ഒരു 3 തരത്തിലായിട്ട് നമ്മൾ കാണുന്നത്. എസ്ട്രോണിൻ്റെയും ഈസ്ട്രോജൻ്റെയും അതേപോലെ ഓക്സിറ്റോസിൻ്റെയും ഒക്കെ അളവ് പെട്ടെന്ന് കുറയുന്ന ഒരവസ്ഥയാണ് ഈ ഒരു മാനസിക പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം. ഒരു പ്രസവം, അതേപോലെ ഒരു കുട്ടി ജനിക്കുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും, ആ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയൊക്കെ ഇടയിൽ ഒരു സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഈ ഒരു കുട്ടിക്ക്, പ്രസവിച്ച ആ കുട്ടിക്ക് ആ ഒരു അവസ്ഥ വളരെ ബുദ്ധിമുട്ടായിട്ടും ചിലപ്പോൾ ഒരുപാട് ആകാംക്ഷയായിട്ടും ഒക്കെ ഫീൽ ചെയ്യും. അത്തരത്തിലുള്ള ഒരു പ്രശ്നം, അത്തരത്തിലുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ് ഈ പോസ്റ്റ്പാർട്ടം ബ്ലൂസിലേക്കും ഡിപ്രഷനിലേക്കും ഈവൻ സൈക്കോസിസിലേക്ക് വരെ പോകാനുള്ള കാരണം ഉണ്ടാകുന്നത്. നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോസ്റ്റ്പാർട്ടം ബ്ലൂസ് 1 to 2 വീക്ക് വരെയാണ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാറുള്ളത്. ആക്ച്വലി തുടക്കം മുതൽ ഒരു 2-3 ഡേയ്സ് മുതൽ 2 വീക്ക് വരെ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ഒരു ഇഷ്യൂ ആണ് പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്ന് പറയാം. പോസ്റ്റ്പാർട്ടം ബ്ലൂസിൽ ക്ഷീണം ഉണ്ടാകും, ഉറക്കം പ്രോപ്പർ ആകില്ല, എന്താണ് പറയുക, ഒന്നിനോടൊരു താല്പര്യം തോന്നില്ല, ഇൻട്രസ്റ്റ് ലോസ് ആയിരിക്കും, എനർജി ലോസ് ആയിരിക്കും, കുറച്ച് വളരെ ചെറിയ പ്രശ്നങ്ങൾ മാത്രം. അത് ഈസി ആയിട്ട്, ചിലപ്പോൾ അറിയ പോലും ഉണ്ടാവില്ല, ആ കുട്ടിയോ ആ ഫാമിലിയോ പോലും അറിയാത്ത രീതിയിൽ തന്നെ അതങ്ങനെ കടന്നു പോകുന്ന ഒരവസ്ഥ വരെ ഉണ്ടാവും പോസ്റ്റ്പാർട്ടം ബ്ലൂസിന്. പക്ഷേ അതിൻ്റെ സെക്കൻഡ് സ്റ്റേജാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ്റെ ഒരു ഇച്ചിരി പ്രശ്നമാണ്. 1 to 2 വീക്ക് എന്നൊക്കെ പറഞ്ഞെങ്കിലും അവിടെ നിന്ന് മുതൽ ഒരു 1 ഇയർ വരെ സസ്റ്റെയിൻ ചെയ്തു പോകുന്ന ഒരു സൈക്യാട്രിക് പ്രോബ്ലം തന്നെയാണ് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. ഇൻട്രസ്റ്റ് ലോസ് ആയിരിക്കും, ഹെവി എനർജി ലോസ് ആയിരിക്കും, അതേപോലെ തന്നെ ഒന്നിനോടൊരു താല്പര്യം ഉണ്ടാവില്ല, ഉറക്കം തീരെ ഉണ്ടാവില്ല, അതേപോലെ തന്നെ ചില സമയങ്ങളിൽ ഓക്കെ അല്ല തോന്നുക, ചില സമയത്ത് ഭയങ്കരമായിട്ട് കൂടുതലായിട്ടുള്ള ഒരു എനർജി ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ വരിക, കുളിക്കാൻ തോന്നില്ല, ഉറക്കം പ്രോപ്പറായിട്ടില്ലാതിരിക്കുക, അതേപോലെ വിശപ്പില്ലായ്മ, ഒന്നിനോടൊരു താല്പര്യം ഇല്ലാത്തൊരവസ്ഥ, സൂയിസൈഡൽ ഐഡിയേഷൻ വരെ തോന്നുന്ന സിറ്റുവേഷനാണ് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലുണ്ടാകുക. പോസ്റ്റ്പാർട്ടം സൈക്കോസിസിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ വളരെ ഭയാനകമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഒരു 2% ഗേൾസിൽ മാത്രമേ അത് കാണാറുള്ളൂ. പക്ഷേ ഈ ബ്ലൂസിൽ പറഞ്ഞ പോലെയും ഡിപ്രഷനിൽ പറഞ്ഞ പോലെയല്ല, അതിനേക്കായൊക്കെ ഒരുപാട് സിവിയർ സ്റ്റേജിലേക്കാണ് ഈ ഒരു പ്രോബ്ലം പോവാറ്. കുട്ടിയെ അപായപ്പെടുത്തും, അവരെന്നെ മരിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ മരിക്കും. അത്രയ്ക്കും ഭയാനകമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാകുക. സൈക്കോസിസിൻ്റെ സിംറ്റംസ് ആണ് ഉണ്ടാവുക. ആലൂസിനേഷനും ഡിലൂഷനും ഒക്കെ ഉണ്ടാവും. പാരനോയിഡ് സംഭവിക്കും, പാരനോയിഡ് തോട്ട്സുകൾ അവർക്ക് വരും. വളരെ സിവിയർ ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് ഉണ്ടാകുക. ഒറ്റ വാക്കിൽ പറഞ്ഞ ഭ്രാന്തിൻ്റെ അവസ്ഥകൾ എന്തൊക്കെയാണോ അതൊക്കെ കാണിക്കുന്ന ഒരവസ്ഥ അവർ ചെയ്യും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിലോ കുടുംബത്തിൻ്റെ ശ്രദ്ധയിലോ ഒക്കെ പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു സൈക്കോളജിസ്റ്റിനെ, ഒരു സൈക്യാട്രിസ്റ്റിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യണം. ബ്ലൂസ്, ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന അവസ്ഥ, അത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിക്കുന്ന ആളുകൾക്ക് എനിക്കൊരു ഡിസ്കംഫർട്ടബിൾ ഉണ്ട്, എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നലുണ്ടാവും. പക്ഷേ ഈ പോസ്റ്റ്പാർട്ടം ബ്ലൂസിൻ്റെ പോസ്റ്റ്പാർട്ടം സൈക്കോസിസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തനിക്കൊരു പ്രശ്നമുണ്ടെന്ന് ഒരിക്കലും അവർ തിരിച്ചറിയില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രോബ്ലം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്യാട്രിസ്റ്റിൻ്റെയോ കൺസൾട്ടേഷൻ ഉറപ്പായിട്ട് നിങ്ങൾ എടുക്കണം. പ്രോപ്പറായിട്ടുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൈക്കോളജി കൺസൾട്ടേഷന് വേണ്ടിയിട്ട് കോട്ടക്കൽ സഹകരണ ഹോസ്പിറ്റലിലും അതേപോലെ തന്നെ MKH ഹോസ്പിറ്റലിലും ഒക്കെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇവിടെ ഡയറക്റ്റായിട്ട് വരാം. എൻ്റെ നമ്പർ ഞാനിതിൽ ചേർക്കുന്നുണ്ട്. കൺസൾട്ടിങ്ങിന് വേണ്ടിയിട്ട് അങ്ങോട്ട് വരാം. അടുത്ത ആഴ്ച ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ദിസ് ഇസ് ജിഷ സൈനിങ് ഔട്ട്.